കൊല്ലം കുളത്തൂപ്പുഴയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പന എസ്റ്റേറ്റിലെ തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ വനത്തിലേക്കും ആനവട്ടച്ചിറയിലെ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നു. പ്രദേശത്ത് കനത്ത പുകപടലമാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കുളത്തൂപ്പുഴയിൽ നിന്ന് അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, നിലവിൽ 80% തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോൾ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യൂണിറ്റുകൾ തീ പൂർണ്ണമായി അണശം അവർ മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും അപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ പടരുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ തുടരുകയാണ്. ഈ ജനവാസ മേഖലയിലേക്കടക്കം തീ പടർന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച വ്യക്തികളടക്കം പറഞ്ഞത്. നിലവിൽ ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലത്തെ മെമ്പർ കൂടിയാണ്. നിലവിൽ ഈ ജനവാസ മേഖലയിലേക്ക് അടക്കം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഓയിൽ ഫാം ലിമിറ്റഡിൽ കത്തിയിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാഞ്ചിയം പ്ലാന്റേഷനാണ്. ആ മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് തീ പടർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 2 മണിക്കൂറിലധികമായി മാഞ്ചിയം പ്ലാന്റേഷനിൽ തീ പടർന്നിട്ടുണ്ട്. ഞങ്ങളും നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനുണ്ട്. അത് കത്തിയിട്ടാണ്. അതിനോട് ചേർന്ന് കിടക്കുകയാണ് ജനവാസ മേഖല. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഉണ്ട്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. ജനവാസ കേന്ദ്രത്തിലേക്ക് തീ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തു. ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാം. ആ പ്രദേശങ്ങളിൽ തീ ഒന്ന് അണഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഭീഷണി ഉയർന്നിരിക്കുക. കാരണം കാടെല്ലാം നല്ലപോലെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ തീ പടരാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ ഫാം കണ്ടഞ്ചർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 390 ഹെക്ടറാണ് കുളത്തൂപ്പുഴ എസ്റ്റേറ്റ്. അപ്പോൾ അതിൽ ആണ് ഈ തീ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഭാഗം ഇപ്പൊ തീ കത്തിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പറായിട്ടുള്ള ഫയർ വാച്ചിങ്ങിന് ആവശ്യമായ ആളുകളില്ലാതെ വന്നിരിക്കുന്നു. പറഞ്ഞ നേരത്തെ നമ്മൾ ഉന്നയിച്ച ആ സാഹചര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്. കാരണം ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ചില സ്ഥലങ്ങളിലടക്കം ഇപ്പോഴും വീണ്ടും തീ പടരുന്നു. അവിടെ ഫയർഫോഴ്സിന്റെ അടക്കം സേവനമുണ്ട്. സർ, നമുക്ക് ഇതുവരെ നടത്തിയ ഒരു ഉദ്യമം അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞെന്ന് തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അവിടെ മാത്രമേ കുറച്ച് തീയുള്ളൂ. അവിടെ നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് വന്ന് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ തീയായിരുന്നു. എല്ലാം 90% വിജയകരമായാണ്. അത്രയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇല്ല. നമ്മൾ കൂടുതൽ വാഹനങ്ങളുണ്ട്, കൂടുതൽ മാൻ പവർ വരുത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ പരമാവധി നമ്മുടെ റിസോഴ്സസ് പ്രയോജനപ്പെടുത്തി മാക്സിമം നമ്മൾ തീ പടർന്നത് അത് തടയാനുള്ള സാഹചര്യം അത് അവിടെ നമ്മുടെ ഫോറസ്റ്റുകാർ വിജിലന്റ് ആയിട്ട് അവിടെ ഉണ്ട്. നമ്മുടെ സേവനം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമ്മൾ അവിടെ എത്തും. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാഞ്ചിയം പ്ലാന്റേഷനിൽ അടക്കമുള്ള തീ പടരുന്ന സാഹചര്യം അതടക്കം കൃത്യമായി പരിശോധിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മരങ്ങളിൽ അത് വീണ്ടും എണ്ണപ്പനകളിൽ തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ ആശങ്കയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. കാരണം ഒരു ഭാഗത്ത് പൂർണ്ണമായും തീ അടച്ച ശേഷം മടങ്ങുമ്പോഴാണ് മറുഭാഗത്ത് ഇത്തരത്തിൽ തീ പടരുന്നത്. അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാണേണ്ട കാഴ്ച. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ഈ വന്യമൃഗങ്ങളടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം ഈ മ്ലാവിന്റെ അടക്കം സാന്നിധ്യം അത് കാട്ടുമേഖലയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. അത് രാത്രിയിലും ഉണ്ടാകും എന്ന ഭയം ഇപ്പോൾ നാട്ടുകാർക്കുണ്ട്. ഈ ജനവാസ മേഖലയിൽ 1.5 കിലോമീറ്ററിന് ചുറ്റളവിൽ അത് ഇപ്പോൾ തീ പടർന്നിരുന്നു. അവിടെ ഇപ്പോൾ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ ആൾക്കാരെ മാറ്റുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത ഈ രാത്രിയിൽ കൈവിടരുത് എന്നുള്ളതാണ് ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടം എല്ലാം വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയധികം ദൂരത്ത് ഇത്രയധികം സ്ഥലത്തൊരു തീ പടർന്നിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ വീണ്ടും പടരാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ട് ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ ജനങ്ങൾ തുടരണം എന്നുള്ളതാണ് ഫയർഫോഴ്സ് ആവർത്തിക്കുന്നത്. ശരി, തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമീപത്തെ വനത്തിലേക്കും ആനവട്ടച്ചിറയിലെ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ അവിടെ അർത്ഥത്തിലുള്ള ജാഗ്രത തന്നെ തുടരുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. കുളത്തൂപ്പുഴയിൽ അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.